ഹലോ ഗൈസ്, സ്മാർട്ട് ഫോൺ മലയാളത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യുന്നിടത്ത് പുതിയൊരു ഡിവൈസാണ് Xiaomi 11i. ഇതൊരു ഹൈപ്പർ ചാർജിങ് ഡിവൈസാണ്. നമുക്ക് എന്തൊക്കെയാണ് ഈ ഒരു ഡിവൈസിൻ്റെ പ്രത്യേകതകൾ, അതുപോലെ ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഈ വീഡിയോയിൽ വ്യക്തമായി പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ആദ്യമായി നമുക്ക് ഈ ബോക്സിൽ എന്തൊക്കെയാണുള്ളത് നോക്കാം. ആസ് യൂഷ്വൽ ഞാൻ പറയുന്നത് പോലെ തന്നെ ഒരു സിലിക്കൺ കേസ്. ഇതാണ് നമ്മുടെ ഡിവൈസ്. നമുക്കിപ്പോൾ ഡിവൈസ് സൈഡിലേക്ക് വെക്കാം. എന്നിട്ട് ബോക്സിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓഫ് കോഴ്സ് ബോക്സിൽ ഇനി വരുന്നത് ചാർജറും അതിൻ്റെ അഡാപ്റ്റർ കേബിളുമാണ് വരുന്നത്. ഡിവൈസിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുമ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ ആൻഡ് പ്രസ് ദ ബെൽ ബട്ടൺ. നമ്മൾ ആദ്യം റിവ്യൂ ചെയ്യാൻ പോകുന്നതിൻ്റെ ഡിസ്പ്ലേ ആണ്. 6.67 ഇഞ്ചസ് സൂപ്പർ അമോൾഡ് ഡിസ്പ്ലേ ആണ് കമ്പനി ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്, വിച്ച് ഇസ് ഓൾസോ HDR10+ ഡിസ്പ്ലേ. അതുകൊണ്ട് തന്നെ റെസൊല്യൂഷൻ്റെ കാര്യത്തിൽ ഈ ഒരു ഡിവൈസ് ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യും. ഇതിൻ്റെ റെസൊല്യൂഷൻ വരുന്നത് 1080x2400 പിക്സൽസ് തന്നെയാണ്. ആൻഡ് ഈ ഒരു ഡിവൈസ് നിങ്ങൾ ഈ സ്ക്രീനിൽ തന്നെ കാണാൻ സാധിക്കും എന്താണ് അതിൻ്റെ റെസൊല്യൂഷൻ എബിലിറ്റി, അല്ലെങ്കിൽ റെസൊല്യൂഷൻ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഇത് കൂടുതൽ ക്യാമറ അല്ലെങ്കിൽ വീഡിയോസ് കാണാൻ വേണ്ടി മൊബൈൽ വാങ്ങിക്കുന്ന ആളുകൾക്ക് വളരെ യൂസ്ഫുള്ളായ ഒരു ഡിവൈസാണിത്. അതിൻ്റെ ഒരു ലുക്ക് ആൻഡ് ഫീൽ തന്നെ വളരെ ഡിഫറെൻ്റ് ആണ്. ഡിസ്പ്ലേയുടെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഫീച്ചറാണ് അതിൻ്റെ റിഫ്രഷ് റേറ്റ്. ഇപ്പം ഡിസ്പ്ലേ എത്ര നന്നായാലും റിഫ്രഷ് റേറ്റ് കുറവാണെങ്കിൽ നമുക്ക് ആ ഒരു ഫീല് കിട്ടില്ല. കാരണം ഗെയിമേഴ്സിനൊക്കെ ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് റിഫ്രഷ് റേറ്റ്. കമ്പനി ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് 120 Hz റിഫ്രഷ് റേറ്റ് ആണ്, വിച്ച് ഈസ് ദ ബെസ്റ്റ് ഫോർ ദ പ്രൈസ്. ഇന്നത്തെ കാലത്ത് പലരും മൊബൈൽ ഫോൺ വാങ്ങുമ്പോൾ പ്രാധാന്യം നൽകുന്ന ഒരു ഫീച്ചറാണ് അതിൻ്റെ ക്യാമറ പെർഫോമൻസ്. നമ്മൾ ക്യാമറ പെർഫോമൻസ് ഇവിടെ റിവ്യൂ ചെയ്യുന്നുണ്ട്. കമ്പനി ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് 108 MB, 8 MB ആൻഡ് 2 MB ഒരു റിയർ ക്യാമറയും ഫ്രണ്ട് ക്യാമറ 16 MB ആണ് വരുന്നത്. അതിലെടുത്ത കുറച്ച് ഇമേജസ് ഞാനിവിടെ ഡിസ്പ്ലേയിൽ ഇടുന്നുണ്ടാവും. അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു പെർഫോമൻസ് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഇതിലെടുത്ത കുറച്ച് വീഡിയോസ് ഞാൻ കാണിച്ചു തരാം.
ഇനി നമ്മൾ ഈ ഡിവൈസിൻ്റെ ഗെയിമിംഗ് പെർഫോമൻസ് ആണ് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. സോ ഈ ഒരു ഡിവൈസിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന CPU, അതായത് ചിപ്സെറ്റ് എന്ന് പറയുന്നത് മീഡിയാടെക്കിൻ്റെ ചിപ്സെറ്റാണ്. അത് 920 ട്രിപ്പിൾ എന്ന് പറയുന്ന വേരിയൻ്റുള്ള ചിപ്സെറ്റാണ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സോ നമ്മളിവിടെ ഒരു PUBG ഗെയിം എടുത്തിട്ടുണ്ട്. ആസ് യൂഷ്വൽ നമ്മളിത് കളിച്ച് നിങ്ങളുടെ അതിൻ്റെ ഒരു പെർഫോമൻസ്, അതിൻ്റെ ലാഗോ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. സോ ഗെയിം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ലെറ്റ്സ് get into the game.
സോ ഇതോടുകൂടി നമ്മുടെ MI11i HyperCharge എന്ന ഡിവൈസിൻ്റെ കംപ്ലീറ്റ് റിവ്യൂ നമ്മൾ നടത്തിയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഡീറ്റെയിൽസ് ഒന്ന് സമ്മപ്പ് ചെയ്യാം. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. സോ ഇതിൻ്റെ ക്യാമറ വരുന്നത് 108 MB, 8 MB ആൻഡ് 2 MB, ഫ്രണ്ട് ക്യാമറ 16 MB, ബാറ്ററി 4500 mAh with 120 volt fast charging, ഡിസ്പ്ലേ 6.67 inches Super AMOLED Display, 120 Hz refresh rate, OS Android 12. സോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.